അങ്ങനെ നമ്മൾ ഗീത വെഡിങ്സിലേക്ക് കയറി. കണ്ടോ, ഞാൻ എന്നാൽ ഗീത വെഡിങ്സിലെ സ്റ്റാഫാണ് ഇവർ എല്ലാവരും. വളരെ സന്തോഷത്തോടു കൂടി നമ്മളെ സ്വാഗതം ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്തൊക്കെയാണ് സ്വാഗതം? ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓണത്തിന്റെ പരിപാടികളൊക്കെ? ഓണത്തിന്റെ പരിപാടികൾ ഞങ്ങൾ പൊന്നോണച്ചന്തം 2026 ആണ് ഞങ്ങളുടെ ക്യാമ്പയിന്റെ പേര്. ഞങ്ങൾ ഡെയിലി നറുക്കെടുപ്പ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 7 വിന്നേഴ്സോളം. ഓരോ വിന്നേഴ്സിനും നമ്മളിങ്ങനെ പോസ്റ്റർ പതിച്ചിട്ടുണ്ട് അവിടെ. എല്ലാ ദിവസവും ഓരോ മണിക്കൂറിലാണോ? എല്ലാ ദിവസവും 7 മണിക്ക് എല്ലാ ദിവസവും. എല്ലാ ദിവസവും 7 മണിക്ക്. ഗോൾഡ് കോയിൻ 7 മണിക്ക് എല്ലാ ദിവസവും നറുക്കെടുക്കും. അതുപോലെ പിന്നെ മെഗാ ഡ്രോ ഉണ്ട് ഇവിടെ. അത് സെപ്റ്റംബർ 6-നാണ്. അതിന്റെ 2 കൂപ്പൺ ഞങ്ങൾ ഒരേ ദിവസം തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ 2 ഫില്ല് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല തിരക്ക്. ഇന്നലെ മെനഞ്ഞാന്നൊക്കെ നല്ല തിരക്കായിരുന്നു. ഇന്നും അതുപോലെ എന്തിനെ സ്കൂളും ഇതൊക്കെ പരീക്ഷയ്ക്ക് ആയത് കാരണം പക്ഷെ എന്നിരുന്നാലും ഇന്നും നല്ല തിരക്ക് തന്നെയാണ്. ഞാനിപ്പോ എനിക്കൊരു സന്തോഷം തോന്നിയെന്താ വെച്ചാല് ടൗണിനെ കുറിച്ച് മാറിയിട്ടാണെങ്കിൽ ഈ സ്ഥാപനമെങ്കിലും ഞാനിവിടെ വന്നപ്പോൾ ഭയങ്കര തിരക്കാനുണ്ട്. കാരണം മാത്രമല്ല കൊയിലാണ്ടിയിലുള്ള ഒരുപാട് ഇപ്പം വന്ന് കണ്ടിട്ടുള്ള ആൾക്കാർ, ഞാനിപ്പോ ടൗണിൽ നിന്ന് കണ്ടിട്ടുള്ള കുറെ ആൾക്കാർ, അവരൊക്കെ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ ഒരു സന്തോഷം തോന്നും. കാരണം എന്ന് വെച്ചാൽ അവിടുന്ന് കാണുന്ന ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. എത്ര സ്റ്റാഫ് ഉണ്ട് ശരിക്കും? സ്റ്റാഫ് ഇപ്പൊ ഞങ്ങൾക്ക് എക്സ്ട്രാ സ്റ്റാഫായിട്ട് ഞങ്ങൾക്ക് 100 സ്റ്റാഫുകളുണ്ട്. പിന്നെ നമ്മളെ ഈ സീസണിലേക്ക് ഒരു 50 സ്റ്റാഫുകളുണ്ട്. ഞാൻ ഇത് ചോദിക്കാൻ കാരണം എത്ര നിലകളിലായിട്ടാണ് ഈ സ്ഥാപനം വർക്കുന്നത്? 3 നിലകളിലായിട്ട്. ഇത് നമ്മൾ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് ആൾക്കാർ കാണും ഗീത വെഡിങ്സിന്റെ എല്ലാ പരിപാടികളും. മാത്രമല്ല അപ്പൊ അവർക്ക് ഈ വിശാലമായ ഷോറൂമിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഓണത്തിന് നമുക്ക് അവധിയില്ല. ഓണത്തിന്റെ അന്ന് അവധിയാണ്. അന്നേ ദിവസം എല്ലാവർക്കും അവധി. അതുപോലെ സ്റ്റാഫിനൊക്കെ ഞങ്ങൾ ഓണക്കിറ്റുകൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഓട്ടോ ചേട്ടന്മാരുണ്ട്, അവർക്ക് പിന്നെ ഓണക്കോടിയും അതുപോലെ കിറ്റുകളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ 1 മുതൽ 13-ാം തീയതി വരെ എല്ലാ കസ്റ്റമേഴ്സിനും 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഒരു എല്ലാ കസ്റ്റമേഴ്സിനും ഞങ്ങൾ കിറ്റ് കൊടുക്കുന്നുണ്ട്. ഓണക്കിറ്റ്. അപ്പൊ കേട്ടല്ലോ, ഇനി കൂടുതൽ വിശേഷങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. വിശേഷം ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഗീത വെഡിങ്സിൽ നിന്ന് വന്ന് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും. ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിന് ഇവിടുത്തെ സ്റ്റാഫ് നൽകുന്ന സ്നേഹവും ഇവിടുത്തെ മാനേജ്മെന്റ് നൽകുന്ന സ്നേഹം, ഇത് എല്ലാം കൂടി കൂട്ടി വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു സമ്മാനമായിരിക്കും. അപ്പോൾ ഈ ഓണം ഒരിക്കലും നിങ്ങൾ പാഴാക്കരുത്. ഗീത വെഡിങ്സിനോടൊപ്പം നിങ്ങൾ ചേർന്ന് ഈ ഓണം ആഘോഷിക്കുക, അല്ലേ? അങ്ങനെയല്ലേ പറയുന്നത്? അപ്പൊ ഞാനിതൊന്ന് നോക്കി കാണട്ടെ. എല്ലാവരും കാണാം, എല്ലാവരും ഉണ്ടാകും. ആരെ കൂടെ വന്ന മക്കളാണ്. മോളെ ഒന്ന് വിളിക്കും. മോളെ വരൂ. പഠിക്കാണ്. ജോലി ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടോ? എന്താ ജോലി ചെയ്യുന്നത്? കൊടുക്കുക. ഓണാഘോഷം, ഓണം നന്നായി ആഘോഷിക്കട്ടെ. പിന്നെ ഹാപ്പി ഓണം. എത്ര ക്ലാസ്സിൽ പഠിക്കുന്നു? പരീക്ഷയല്ലേ ഇപ്പോൾ? അല്ല, പരീക്ഷ നടന്നുകൊണ്ടിരിക്കുന്നു. കുഴപ്പമില്ല. കാരണം ഓണം പരീക്ഷയൊക്കെ എന്താ പറയുക, നല്ല ഐക്യമുള്ളൊരു സമയമാണ്. പർച്ചേസ് ചെയ്തോ? നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അച്ഛനാണ് ഭയങ്കര ഇഷ്ടം ആണല്ലേ? അച്ഛനെയാണ് ഭയങ്കര ഇഷ്ടം. പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് അങ്ങനെയല്ലേ? അച്ഛന് ഭയങ്കര ഇഷ്ടം. ഓക്കെ, സന്തോഷം കണ്ടല്ലേ, പരിചയപ്പെട്ടില്ല കേട്ടോ. പേര് പറഞ്ഞല്ലോ ഒന്നും കൂടി. അപ്പോൾ ഒരു കസ്റ്റമർ നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ സ്റ്റാഫാണ് കേട്ടോ. ഇവരൊക്കെ സ്നേഹം, ഇവരൊക്കെ നമ്മുടെ കസ്റ്റമറിനോട് അവർക്ക് കൊടുക്കുന്ന ആ ഒരു എന്താ പറയുക കരുതല്, ആ സ്നേഹം, അവർക്ക് വേണ്ട കളേഴ്സ് ഉണ്ടാക്കുക എന്നുള്ളത് അവർ ശരിക്കും ഒരുപാട് പല കളേഴ്സ്, അതായത് നമ്മൾ ഫോണിൽ കൊണ്ടുവരുന്ന കളേഴ്സൊക്കെ ആണെങ്കിൽ പോലും അവർ ആ മാച്ചിങ് ആയിട്ടുള്ള കളർ എടുത്തു കൊടുക്കാൻ വളരെ ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി. ഇവർക്ക് വേണ്ടത് ക്ഷമയാണ്. ആ ക്ഷമ ആണ് ശരിക്കും പറയുന്നത് ഒരു കസ്റ്റമറിന്റെ മനസ്സ് നിറയ്ക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത്രയും വലിയൊരു സ്ഥാപനത്തിൽ വരാൻ പറ്റിയതിൽ. നമുക്ക് മറ്റ് വിശേഷങ്ങൾ കാണാം. എന്നോടൊപ്പം ഉള്ളത് നിഷീതയാണ്. നിഷീത 4 വർഷമായിട്ട് ഇവിടെയുണ്ട്. നിഷീത, മാനേജ്മെന്റ് എങ്ങനെയുണ്ട്? ഏത് തരം കസ്റ്റമറാണ് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വരുന്നത്? ഹൈ ഫാമിലി ആണോ അതോ മിഡിൽ ക്ലാസ് ഫാമിലി ആണോ? ഇവിടെ എല്ലാതരം കസ്റ്റമർ വരുന്നുണ്ട്. എല്ലാ തരം കസ്റ്റമർക്കും ഇഷ്ടമുള്ള തുണിത്തരങ്ങൾ ഇവിടെ ഉണ്ട്. അതായത് ലോ പ്രൈസ് മുതൽ ഹൈ റേഞ്ച് വരെയാണ് ഞങ്ങൾ ഇവിടെ 4.5 വർഷമായിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാനിപ്പോ പാതാളത്തിൽ നിന്ന് വരുന്ന സമയത്ത് പിള്ളേര് പറയുന്ന ഇപ്പൊ കളിക്കണ ഒരു തുണി ഐറ്റംസ് ഉണ്ട് അങ്ങനെ പറയാറുണ്ട്. അപ്പം ഈ എന്താ പറയാ, ഈ 2K കിഡ്സുകളൊക്കെ പറയുന്ന സംഭവമാണ് ഇപ്പൊ കളിക്കണ ആ ഒരു റേഞ്ച് ടൈപ്പ്. മദ്രാസി സെക്കില് വന്നുകൊണ്ട് കളിക്കുന്ന മെറ്റീരിയല് 120 ആണ് എൻ്റെ ഒരു മീറ്ററിന് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ കിഡ്സില് ജെൻസില് ഒക്കെ വരുന്നുണ്ട്.
ടോപ്പിലാണെങ്കിലും ഇപ്പോഴത്തെ ചുരിദാറിലാണെങ്കിലും പുതിയ ട്രെൻഡ് എന്താ പറയുന്നത് പറഞ്ഞ ആ പേരാണ് മദ്രാസി ചെക്കിൽ വരുന്നത് അതാണ് ഇപ്പൊ മദ്രാസി ട്രെൻഡിങ് trending. ഇപ്പൊ എല്ലാവർക്കും ഡ്രസ് കോഡ് എന്ന് പറയാൻ കൊണ്ടുവന്നത് മദ്രാസി ചെക്കാണ് അപ്പൊ ഇപ്പൊ ഈ ഓണത്തിന് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ ഡ്രസ് കോഡ് ആയിട്ട് വരുന്ന മദ്രാസ് മദ്രാസി ചെക്കിലാണ് ഡ്രസ് കോഡ് വരുന്നത് അതിൽ പല കളേഴ്സിലും പല ഡിഫറൻറ്റ് വരുന്നുണ്ട് പാറ്റേണൊക്കെ വരുന്നുണ്ട്. അപ്പം മറക്കണ്ട, കുട്ടികൾ ശ്രദ്ധിക്കുമെന്ന് അറിയില്ല, ഓണത്തിന് 21-ാം തീയതി സ്കൂളുകളിൽ ഓണാഘോഷ പരിപാടികൾ തുടങ്ങുന്നു. മദ്രാസി ചെക്ക് അല്ലെ, മദ്രാസി ചെക്ക് മദ്രാസി ചെക്കിൽ വീഴുന്ന ഒരു കളിക്കണ ഐറ്റം ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നിശ്ചയിച്ചിന് വന്ന് കാണണം തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പരിപാടി അല്ലേ. സന്തോഷം, താങ്ക് യു. ഇപ്പോൾ നമ്മളുള്ളത് ഫസ്റ്റ് ഫ്ലോറിലാണ്. ഈ ഫസ്റ്റ് ഫ്ലോറിൽ ലേഡീസ് ഐറ്റംസ് ആണ്. ട്രെൻഡിങ് ആയിട്ടുള്ള കുറച്ച് തുണിത്തരങ്ങൾ ഇവിടെയുണ്ട്. നമ്മൾ ഓണത്തിന് ഉപയോഗിക്കുന്നതായിട്ടുള്ള എന്താ പറയുക, പിന്നെ വേസ്റ്റ് മുണ്ട്, അതേപോലെ തന്നെ കസവ് സാരികളൊക്കെ ഉള്ള ഒരു സെക്ഷനാണിത്. അപ്പം ശരിക്കും ഒരുപാട് സ്ക്വയർ ഫീറ്റുള്ള ഒരു ഫ്ലോർ അല്ലേ. അതേപോലെ തന്നെ ആയിരിക്കും മറ്റുള്ള ഫ്ലോറുകളൊക്കെ നമുക്ക് വിശേഷങ്ങൾ പറയാം, കാണാം. സെറ്റും മുണ്ടും കാണണമെങ്കിൽ, പ്രിന്റഡ് ടൈപ്പ് കാണണമെങ്കിലും ഇപ്പോഴത്തെ ട്രെൻഡിങ് ടൈപ്പ് കാണണമെങ്കിലും നമ്മൾ ഈ ഫ്ലോറിൽ തീർച്ചയായിട്ടും നോക്കും. ഇനി ചിങ്ങമായി കല്യാണത്തിൻ്റെ തിരക്കുകൾ തുടങ്ങി. കാരണം മുഹൂർത്തങ്ങൾ ഏത് സമയത്ത് ഈ ഒരു ഓണക്കാലത്ത് എപ്പോഴും മുഹൂർത്തങ്ങളാണ്. പ്രത്യേകിച്ച് ആ വിശേഷ ദിവസം നിങ്ങൾക്കറിയാലോ. കല്യാണം വരുമ്പോൾ നമ്മൾ ആദ്യം നോക്കുന്നത് കല്യാണ വസ്ത്രങ്ങളാണ്. വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും അടുത്ത് ഏറ്റവും മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങൾ തരുന്ന സ്ഥാപനങ്ങളെയാണ് നോക്കാറ്. എനിക്ക് തോന്നുന്നത് കൊയിലാണ്ടിയിൽ ഇത്രയും മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള വെഡ്ഡിങ് സെൻറ്റർ വേറെ ഇല്ല എന്നുള്ളതാണ് സത്യത്തിൽ. ഇവിടെ ഗീതയിൽ ഒരുക്കിയിരിക്കുന്ന ഇത്രയും മനോഹരമായിട്ടുള്ള കളക്ഷൻ കാണുമ്പോൾ ഒരു സന്തോഷം, അത് നിങ്ങൾക്കുള്ളതാണ് എന്നറിഞ്ഞപ്പോൾ അതിലേറെ സന്തോഷമായി. ഇത് സ്ത്രീകളോടൊപ്പം തന്നെ ആണുങ്ങളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഓണത്തിന് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് പുറത്തിറങ്ങണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ സ്ത്രീകൾ വാങ്ങുന്ന സെറ്റ് സാരിയോടൊപ്പം ട്രെൻഡിങ് ആയിട്ടുള്ള ഷർട്ടും പാൻറ്റും ഇടാനാണ് നമ്മൾ ആഗ്രഹിക്കുക. ഇഷ്ടം പോലെ വളരെ കുറഞ്ഞ വിലയിൽ, കുറഞ്ഞ വില മാത്രമല്ല ബ്രാൻഡഡ് ആൻഡ് ക്വാളിറ്റി ആയിട്ടുള്ള മുണ്ടുകൾ, ഷർട്ടുകളാണ് നിങ്ങൾക്ക് വേണ്ടി ഇവർ ഒരുക്കിയിരിക്കുന്നത്. ബ്രാൻഡഡ് എന്ന് പറയുന്നത് ഏറ്റവും നല്ലത്. ബ്രാൻഡഡ് എന്ന് പറയുന്നതിനെക്കാട്ടിൽ നല്ലത് ഗീത വെഡ്ഡിങ്സ് എന്ന് പറയുന്നതാണ് സത്യം. അതാണ് യാഥാർത്ഥ്യവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, തീർച്ചയായിട്ടും ഈ ഓണക്കാലത്ത് ഇവിടെ വരണം, ആഘോഷിക്കണം ഓണം ഗീതയോടൊപ്പം. കല്യാണം ഒരാൾക്ക് മാത്രമല്ലല്ലോ, പെണ്ണിനും ആണിനും ഉണ്ടല്ലോ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നോക്കുക. പക്ഷെ എത്ര കളർ കണ്ടാലും, എത്ര പിന്നെ വെറൈറ്റി കണ്ടാലും മനസ്സിന് എപ്പോഴും കൊതി വരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മൾ കണ്ണാടിയുടെ മുമ്പിൽ ഷർട്ട് ഇട്ട് നോക്കും, പാൻറ് ഇട്ട് നോക്കും, കുർത്ത ഇട്ട് നോക്കും, കല്യാണത്തിൻ്റെ വസ്ത്രങ്ങൾ ഇട്ട് നോക്കും. പക്ഷെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഗീത വെഡ്ഡിങ്സിൽ വന്നാൽ നിങ്ങൾക്ക് ഇടുന്ന, നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ഓരോ തുണിത്തരങ്ങളും, ഓരോ ഡ്രസ്സും, ഓരോ ഷർട്ടും, ഓരോ സാരികളും നിങ്ങൾക്ക് അനുയോജ്യമായിരിക്കും. അത് സത്യമാണ്, യാഥാർത്ഥ്യമാണ്. ഞാൻ വെറുതെ പറയല്ല. നിങ്ങൾ ഒരു തവണയെങ്കിലും ഗീത വെഡ്ഡിങ്സിൽ വരാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും വരണം.